നമസ്കാരം. അഭിജിത്ത് സർക്കാർ എന്നൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ട് കാണുവാൻ സാധ്യതയില്ല. കാരണം ആ പേര് മനഃപൂർവ്വം കേരളത്തിലെ മാധ്യമങ്ങൾ മറച്ചു വെച്ചിട്ടുള്ള നിരവധി പേരുകളിൽ ഒന്ന് മാത്രമാണ്. അഭിജിത്ത് സർക്കാർ പശ്ചിമ ബംഗാളിലെ BJPയുടെ ഒരു കാര്യകർത്താവായിരുന്നു. മെയ് 2, 2021 ഇലക്ഷന് ശേഷം, തിരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമ ബംഗാളിൽ അങ്ങോളം ഇങ്ങോളം നടന്ന അക്രമത്തിൽ കൊല്ലപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിയുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു NGO നടത്തിയിരുന്നു. ഒരു ചെറിയ NGO, ഒരു സംഘടന എന്നൊന്നും പറയാൻ പറ്റാത്തൊരു ചെറിയ ഒരു ശ്രമദാനം എന്ന് വേണമെങ്കിൽ പറയാം. അത് ചെയ്തിരുന്നത് ഒരു തെരുവ് നായ്ക്കളെ സംരക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോറ്റി അവരെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിന് ചികിത്സിച്ച് ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ജീവിതം നായ്ക്കൾക്ക് പ്രദാനം ചെയ്യുന്ന ഒരു മൃഗസ്നേഹിയായിരുന്നു അദ്ദേഹം. ഒപ്പം ഒരു BJP കാര്യകർത്താവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറിയ വീട്ടിലാണ് അദ്ദേഹം ഈ നായ്ക്കളെ എല്ലാം പരിപാലിച്ചിരുന്നത്. അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആ സമയത്ത് ഒരു തെരുവ് നായ ഉണ്ടായിരുന്നു, ഒരു പെൺപട്ടി ഉണ്ടായിരുന്നു. ആ അടുത്തിടെ പ്രസവിച്ച, ആ സംഭവം നടക്കുന്ന മെയ് 2 തൊട്ട് പിന്നിലുള്ള ദിവസങ്ങളിലേതോ ഒന്നിൽ മാത്രം പ്രസവിച്ചൊരു നായ. ആ പട്ടിയുടെ കൊച്ചുകുട്ടികളെ ഓരോന്നിനെയായി 5 പട്ടിക്കുഞ്ഞുങ്ങളെ അഭിജിത്ത് സർക്കാരിൻ്റെ മുൻപിൽ വെച്ച് ഓരോന്നിനെയായി കൊന്നു തള്ളിയ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഒടുവിൽ അഭിജിത്തിനെയും കെട്ടിത്തൂക്കി കൊന്നു. അതിനിടയിൽ അഭിജിത്ത് ഒരു ഇടവേളയിൽ ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട അഭിജിത്ത് വീടിനുള്ളിൽ കയറി കതകടച്ച് ആണ് ലൈവായി ഒരു വീഡിയോ പുറത്തുവിട്ടത്. ആ അമ്മ നായും തള്ളനായും അഭിജിത്തിനോടൊപ്പമുണ്ട്. ആ പട്ടിക്കുട്ടികൾ ചിലതിൻ്റെ മൃതദേഹവും അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടാൽ ഒരുപക്ഷെ സഹിക്കില്ല. ഞാനത് പലവട്ടം കണ്ടിട്ടുണ്ട്. കാരണം ആവർത്തിച്ച് തന്നെ കാണണമെന്ന് 2021 ഞാൻ തീരുമാനിച്ചിരുന്നതാണ്. ആ പേര് ഞാൻ ഒരിക്കലും മറക്കില്ല എന്നും തീരുമാനിച്ചിരുന്നതാണ്. അഭിജിത്ത് സർക്കാർ പറയുന്നു, ഈ പട്ടിക്കുട്ടികൾ എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഞാനൊരു BJPയുടെ പ്രവർത്തകനായതാണ് എൻ്റെ ഏക കുറ്റം. അതിനാണിപ്പോൾ അവരെൻ്റെ വീടിൻ്റെ നേരെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊല്ലപ്പെട്ടാൽ ഇവരാണ് കാരണം. അത് ഒരു തൃണമൂലിൻ്റെ പ്രാദേശിക നേതാവ്, നേതാവെന്ന് പറയുന്ന തൃണമൂലിൻ്റെ നേതാക്കളെല്ലാം മമതാ ബാനർജി ഉൾപ്പെടെ താഴേക്കുള്ളവരെല്ലാം ഗുണ്ടകൾ തന്നെയാണ്. ഈ അഭിജിത്ത് സർക്കാർ പറഞ്ഞത് കൊല്ലപ്പെട്ടാൽ ഇവരായിരിക്കും കാരണം. ആ തള്ളനായെയും അവർ കൊന്നു, അഭിജിത്തിനെയും തല്ലിക്കൊന്നു, കെട്ടിത്തൂക്കിയോ കൊന്നു. പോലീസ് ഒരു റിപ്പോർട്ട് പോലും ആ സംഭവത്തെ സംബന്ധിച്ച് എഴുതുവാൻ തയ്യാറായില്ല. അഭിജിത്ത് സർക്കാരിൻ്റെ സഹോദരനും കുടുംബവും എല്ലാം നടത്തിയ പോരാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ, BJP നടത്തിയ ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒടുവിൽ കൽക്കട്ട ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. 2025 ആണ് ഈ കേസിലെ പ്രധാന പ്രതിയായ അരുൺ ഡേ എന്ന പ്രാദേശിക തൃണമൂൽ ഗുണ്ട പിടിയിലാകുന്നത്. ഒളിവിലായിരുന്നു. മമതാ സർക്കാർ അയാളെ ഒളിപ്പിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അഭിജിത്ത് സർക്കാരിൻ്റെ പേര് ഞാനിപ്പോൾ പറഞ്ഞത് പശ്ചിമ ബംഗാൾ മമതാ ബാനർജിയുടെ 15 വർഷങ്ങൾ നീണ്ട ഭരണത്തിൽ ഏത് തരം നരകത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നതിൻ്റെ ഒരു നേർക്കാഴ്ച നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ്. അഭിജിത്ത് സർക്കാരിനെ ഓർത്തുകൊണ്ട് തന്നെ മറ്റ് ചില സംഭവങ്ങളുടെയും കൂടി നേർക്കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സന്ദേശ് ഖലിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷെയ്ഖ് ഷാജഹാൻ എന്ന ജിഹാദി, ഈ അരുൺ ഡേയൊക്കെ ജിഹാദികളുടെ ഒരു കയ്യാളുകളാണ് കേട്ടോ. ഇവരുടെ എല്ലാം മുകളിൽ ഒരു വിത്തൗട്ട് എക്സെപ്ഷൻ എന്ന് പറയുമല്ലോ, അരുൺ ഡേയുടെ മുകളിലുള്ളത് ഉറപ്പായും ഒരു ജിഹാദി തന്നെയായിരിക്കും. ഷെയ്ഖ് ഷാജഹാനെ പോലുള്ളവർ തേർവാഴ്ച നടത്തിയിരുന്നു സന്ദേശ് ഖലിയിലെ പോലുള്ള സ്ഥലങ്ങളിൽ. ആ പ്രദേശങ്ങളിൽ അവർ എത്തരത്തിലുള്ള തേർവാഴ്ചയാണ് നടത്തിയിരുന്നത് എന്നൊന്ന് ചുരുക്കി വിശദീകരിച്ചാൽ, ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ ഒരു വിവാഹം നടന്നുവെങ്കിൽ അന്ന് രാവിലെ ആ വീടിന് മുമ്പിൽ ഈ ഷെയ്ഖ് ഷാജഹാൻ്റെ ജീപ്പ് വന്ന് നിൽക്കും. അതിൽ നിന്ന് ഷെയ്ഖ് ഷാജഹാനോ അയാളുടെ അനുയായിയോ അയാളുടെ പിമ്പായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു ജിഹാദിയോ പുറത്തിറങ്ങി വീട്ടിലുള്ള പെൺകുട്ടികളോടെല്ലാം പുറത്തേക്ക് ഇറങ്ങാൻ പറയും. ആ വധുവിനെ ഇഷ്ടപ്പെട്ടാൽ പിടിച്ചുകൊണ്ടുപോയി അയാൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം കൂടെ താമസിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് ഒടുവിൽ തിരിച്ചയക്കും. എതിർത്താൽ ആ കുടുംബത്തിനെ മുഴുവൻ ഇല്ലാതാക്കും. സന്ദേശ് ഖലിയിലെ ജനങ്ങൾക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാനുള്ള അനുവാദമില്ലായിരുന്നു. ഹിന്ദുക്കൾക്ക്, ജിഹാദികൾക്കുണ്ടായിരുന്നു. കാരണം ബംഗ്ലാദേശികളാണല്ലോ, അവർക്ക് അനധികൃതമായ സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാനുള്ള അവകാശം അല്ലെങ്കിൽ അനുവാദം ഏറെ ഉണ്ടായിരുന്നു. പക്ഷേ ഹിന്ദുക്കൾക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാനുള്ള അവകാശമേ ഇല്ലായിരുന്നു. ആ
പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ ഇടയിൽ നിന്നാണ് രേഖാ ബത്ര സധൈര്യം മുന്നോട്ട് വന്ന് ലോകത്തോട് സന്ദേശ് കലിയിൽ നടക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഷെയ്ഖ് ഷാജഹാനെ അറസ്റ്റ് ചെയ്യുവാൻ മമതയെ നിർബന്ധിതയാക്കിയത്. ആദ്യകാലങ്ങളിൽ മമത ഒരുപാട് സംരക്ഷിക്കുവാൻ ശ്രമിച്ചു ഈ ഷെയ്ഖ് ഷാജഹാൻ എന്ന ജിഹാദി ഗുണ്ടയെ അല്ലെങ്കിൽ ഭീകരവാദിയെ. പക്ഷേ CBI അന്വേഷണവും കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ സമ്മർദ്ദവും കോടതിയുടെ ഇടപെടലും എല്ലാം കൂടിയായപ്പോൾ ഒടുവിൽ ഷെയ്ഖ് ഷാജഹാനെ പിടിച്ചകത്തിടേണ്ടി വന്നു മമതയ്ക്ക് തന്നെ. CBIക്ക് കൈമാറേണ്ടിയും വന്നു. അതിനുശേഷം ഈ സന്ദേശ് കലിയിൽ പ്രശ്നങ്ങൾ ശാന്തമായോ? ഇല്ല. ഷെയ്ഖ് ഷാജഹാൻ്റെ ഈ പിമ്പായി പ്രവർത്തിച്ചിരുന്ന ജഹാംഗീർ ഖാൻ ഷെയ്ഖ് ഷാജഹാൻ്റെ സ്ഥാനത്തേക്ക് വന്നു. ജഹാംഗീർ ഖാൻ്റെ പിമ്പുകളും ഇയാൾക്ക് വേണ്ടിയും ഷെയ്ഖ് ഷാജഹാന് വേണ്ടി ജഹാംഗീർ ഖാൻ എന്തൊക്കെ ചെയ്തിരുന്നോ അതെല്ലാം ചെയ്തു തുടങ്ങി. സന്ദേശ് കലി അന്നും പ്രശ്നകലുഷിതമായിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു പശ്ചിമ ബംഗാളിൽ ഒട്ടാകെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ആലോചിച്ച് നോക്കൂ, RG കാർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിയെ 33 വയസ്സുള്ളൊരു ഡോക്ടറിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതികളെല്ലാം തൃണമൂൽ കോൺഗ്രസ് അനുഭാവികളായിരുന്നു. അവരെ സംരക്ഷിക്കാൻ മമത നടത്തിയ ശ്രമങ്ങൾ, ഈ ബലാത്സംഗം, സ്ത്രീ സുരക്ഷ എന്നത് പശ്ചിമ ബംഗാളിൽ വലിയൊരു വിഷയമായപ്പോൾ സ്വയം ഒരു സ്ത്രീയായ ആ പിശാച്, ക്ഷമിക്കണം, സഭായോഗ്യമല്ലാത്ത വാക്ക് അവരെക്കുറിച്ച് ഉപയോഗിക്കുന്നത് മനഃപൂർവ്വം തന്നെയാണ്. കാരണം അവർ സ്ത്രീ എന്നുള്ളൊരു വിശേഷണത്തിന് അർഹയേ അല്ല മമതാ ബാനർജി. ആ പിശാച് പറഞ്ഞത് രാത്രി 8 മണിക്ക് ശേഷം പുറത്തിറങ്ങുന്ന സ്ത്രീകളാണ് പ്രശ്നക്കാരികൾ, ഇറങ്ങാതിരുന്നാൽ പ്രശ്നം തീരുമെന്നാണ്. ധാർഷ്ട്യത്തോടെ അവർ പറഞ്ഞത് ഈ ബലാത്സംഗം ചെയ്ത തൃണമൂൽ കോൺഗ്രസ് അനുഭാവികളെ, അവരുടെ ഇഷ്ടക്കാരെ സംരക്ഷിക്കുവാൻ വേണ്ടി. അത്തരത്തിലുള്ള നരകയാതനകളിലൂടെയാണ് ഓരോ ബംഗാളിയും കടന്നു പോയിക്കൊണ്ടിരുന്നത്, സാധാരണക്കാരായ ബംഗാളികൾ. ഈ സംഭവം RG കാർ ബലാത്സംഗത്തിൻ്റെ സംഭവം ഞാൻ പറഞ്ഞത് ഒരു കാര്യം കൂടി നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കുവാൻ വേണ്ടിയാണ്. അഭിജിത്ത് സർക്കാർ BJPയുടെ പ്രവർത്തകനായിരുന്നു. രാഷ്ട്രീയ കൊലപാതകമായി വേണമെങ്കിൽ ഇവിടുത്തെ നിഷ്പക്ഷർക്ക് അതിനെ കാണാം. പക്ഷേ RG കാറിലെ ആ ഡോക്ടർ ഒരു പാർട്ടിയിലും അംഗമായിരുന്നില്ല. ആ ഡോക്ടർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മമതയുടെ ആ സംഭവത്തോടുള്ള പ്രതികരണത്തിൽ മനസ്സ് തകർന്ന അമ്മയ്ക്ക് സംരക്ഷണം നൽകിയത്, അവർക്ക് ഭീഷണികളും വധശ്രമങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അവർക്ക് നേരെ, അവർക്ക് സീറ്റ് നൽകി വിജയിപ്പിച്ചെടുത്ത BJP ഒരു വർഗീയ പാർട്ടിയാണ്, ഫാസിസ്റ്റ് പാർട്ടിയാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ആ അമ്മ ഇന്ന് പശ്ചിമ ബംഗാളിൻ്റെ തെരുവുകളിൽ സ്ത്രീകൾക്ക് ആശ്വാസമായി താൻ പ്രവർത്തിക്കുമെന്ന വാക്കോടുകൂടി തന്നെ മകൾ മരിച്ച മെഡിക്കൽ കോളേജ്, RG കാർ മെഡിക്കൽ കോളേജിൽ സന്ദർശിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം ആ സന്ദർശനം അവസാനിച്ചിട്ടുണ്ടാകും. അതൊരു സംഭവം. സന്ദേശ് കലി മറ്റൊരു സംഭവം. സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാനുള്ള അനുവാദം ഹിന്ദുക്കൾക്കില്ല ഓരോ പ്രദേശങ്ങളിലും എന്ന് പറയുമ്പോൾ, അയ്യോ അത് വലിയ ക്രൂരതയല്ലേ? അത് ഏറ്റവും ചെറിയ ക്രൂരതയാണ് ആ പ്രദേശങ്ങളിൽ ഹിന്ദു കുടുംബങ്ങളോട് ചെയ്തിരുന്നത്. വലിയ വലിയ ക്രൂരതകൾ, പെൺകുട്ടികളെ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുക, എതിർത്താൽ കുടുംബത്തോടു കൂടി തന്നെ കൊന്നില്ലാതാക്കുക. സന്ദേശ് കലി ഈ രേഖാപത്ര മുന്നോട്ട് വന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ മറ്റ് പല സ്ത്രീകളും മുന്നോട്ട് വരുവാൻ തയ്യാറായിരുന്നു. അവരിൽ പലരെയും വീണ്ടും കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവരെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കുക മാത്രമല്ല, ഇടത് ജിഹാദി ഇക്കോസിസ്റ്റം ഉണ്ടല്ലോ, ആ ആവാസ വ്യവസ്ഥ, ജർമ്മൻ ഷെപ്പേഡായ ധ്രുവറാട്ടി ഉൾപ്പെടെയുള്ള സകല മ്ലേച്ഛന്മാരും കണ്ടില്ലേ, ഇതൊരു വ്യാജ പ്രചരണമാണ് മമതാ ദീദിക്കെതിരെ എന്നുള്ള തരത്തിൽ ആ പരാതി പിൻവലിക്കലിനെ വ്യാഖ്യാനിച്ച് ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച് അങ്ങനെ ഒരു ആഖ്യാനം സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രേക്ഷകർ എന്നോട് ദയവീത് ക്ഷമിക്കുക, ചിലപ്പോൾ സഭായോഗ്യമല്ലാത്ത ചില വാക്കുകൾ ഉണ്ടായി വരും. അതുകൊണ്ട് തന്നെ ഇനിയൊരു മുന്നറിയിപ്പുണ്ടായിരിക്കുന്നതല്ല. തെറി വിളിക്കാതിരിക്കാൻ ശ്രമിക്കാം. പക്ഷേ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഏപ്രാച്ചിയുമായിട്ടുള്ള ഒരു സാധാരണ പൊതുജനത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ഫോൺ സംഭാഷണം നിങ്ങൾ കേട്ട് കാണും. ദൃശ്യമാധ്യമങ്ങളിൽ, പ്രമുഖ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഏപ്രാച്ചിയുടെ പശ്ചിമ ബംഗാളിനെ കുറിച്ച് ഞങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ സംഘി പയ്യന്മാർ തല്ലുകൊള്ളുന്നതിനും ചാകുന്നതിനും ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. എൻ്റെ ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ കോവിഡിൽ പിടഞ്ഞു വീണ് മരിക്കുന്നത് മാത്രമാണ് എനിക്ക് പ്രശ്നമെന്നുള്ള തരത്തിലൊരു ഏപ്രാച്ചി പറയുന്ന മ്ലേച്ഛത്തരം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത്തരത്തിലായിരുന്ന ഒരു ആവാസ വ്യവസ്ഥ ഈ മമത എന്ന പിശാചിനിയെ സംരക്ഷിക്കുവാൻ വേണ്ടി എന്തുകൊണ്ട് മോദിക്കെതിരെ നിൽക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, രാജ്യവിരുദ്ധയാണവർ. പശ്ചിമ ബംഗാളിൽ അവരുടെ കീഴിൽ 15 വർഷങ്ങളായി അവർ ഭരിക്കുന്ന ജനതയെ
നരകവാതായനങ്ങളിലൂടെ ദിവസവും തള്ളിവിട്ട് എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്കും വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്കും മാറി മാറി എടുത്തിട്ടുകൊണ്ട് ഭരിച്ചിരുന്ന മമതാ ബാനർജിയെ അത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളും ജിഹാദിത്തരങ്ങൾക്ക് അവർ നൽകുന്ന സംരക്ഷണങ്ങളും എല്ലാം മറച്ചു പിടിച്ച് വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്നത് ഇത്തരത്തിലുള്ള ഏപ്രാച്ചികളും ജർമ്മൻ ഷെപ്പേഡുകളും മറ്റ് ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥകളുമായിരുന്നു. പക്ഷേ ഇന്ന് കാലം കണക്ക് ചോദിക്കുന്നൊരു ദിവസമാണ്. കാരണം സുവേന്ദു അധികാരി BJPയുടെ മുഖ്യമന്ത്രിയായി നാളെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജന്മദിനത്തിൽ പശ്ചിമ ബംഗാളിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വിജയ് തമിഴ്നാട്ടിലും മുഖ്യമന്ത്രിയാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 118 MLA-മാരുടെ ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാം ചേർന്ന് വിജയെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയുടെ ഒരു ഡയലോഗ് പശ്ചിമ ബംഗാളിൻ്റെ കാര്യത്തിൽ കൃത്യമായി സ്ക്വയർലി ആപ്ലിക്കബിൾ ആകും എന്ന് പറയുന്നത് പോലെ വേട്ട 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 ആരംഭിക്കപ്പോകുതലോയ് എന്ന് പറയുന്നത് പോലെയായിരിക്കും 10-ാം തീയതി മുതൽ നിയമപരമായി ഈ ജിഹാദികളെ സംരക്ഷിച്ചിരുന്ന മമതാ ബാനർജിയെയും സുവേന്ദു അധികാരിയുടെ സർക്കാർ വേട്ടയാടുക നിയമപരമായി തന്നെ. കാരണം ജയിലിടിഞ്ഞാലും പുറത്തിറങ്ങാത്ത ശിക്ഷ അവർ അർഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അത്രയും ശിക്ഷ അവർക്ക് പോരാ. തൃണമൂൽ കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയവും പൂർണ്ണമായും പശ്ചിമ ബംഗാളിൻ്റേത് എന്നല്ല, ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടേണ്ട ഒരു ആശയമാണ്. അതുപോലെ തന്നെയാണ് ഇടത് പക്ഷവും കമ്മ്യൂണിസ്റ്റുകാർ ഇതിലും ഭയാനകമായ രീതിയിലായിരുന്നു പശ്ചിമ ബംഗാൾ ഭരിച്ചിരുന്നത്. പക്ഷേ മമതയെപ്പോലെ ആധുനികമായി കമ്മ്യൂണിസ്റ്റുകാരുടെ ആ ഒരു ഭീകര സ്വഭാവം കൈക്കൊണ്ട ഒരു വ്യക്തി ആദ്യം തുടച്ചു നീക്കപ്പെടണം. അവരെ കൊന്നുകളയണമെന്നല്ല ഞാൻ പറയുന്നത്. നിയമപരമായിട്ട് അവർക്ക് തൂക്കുശിക്ഷ, ഒരു തൂക്കുകയർ വിധിക്കപ്പെടാവുന്ന നിരവധി കുറ്റകൃത്യങ്ങൾ അവർ ഒന്നുകിൽ പങ്കാളിയായിട്ടുണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിച്ചിട്ടുണ്ട്. നിയമം അവർക്ക് തൂക്കുകയർ വിധിക്കുകയാണെങ്കിൽ നല്ലത്. അല്ല എങ്കിൽ ഇനി തിരിച്ചു വരാത്ത വണ്ണം അവരെ ബംഗ്ലാദേശിലേക്ക് നിഷ്കാസനം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തിഹാർ ജയിലിൽ അടയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് സുവേന്ദു അധികാരി പോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായ 41-കാരനായ അദ്ദേഹത്തിൻ്റെ PA മുൻ വായുസേന ഉദ്യോഗസ്ഥനായിരുന്ന ചന്ദ്രനാഥ് റത്തിനെ മമതാ ബാനർജിയുടെ ഗുണ്ടകൾ, അതും ഇപ്പോൾ ഇന്നത്തെ RP തോട്ട്സിൽ RP പറഞ്ഞതുപോലെ ധാക്കയിൽ നിന്നെത്തിയ പ്രൊഫഷണൽ കൊലയാളികളാണെന്ന് സംശയിക്കപ്പെടുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ജിഹാദി ഗുണ്ടകൾ കൊലപ്പെടുത്തിയതിന് ശേഷം യാതൊരു ദാക്ഷിണ്യവും സുവേന്ദു അധികാരിയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഒപ്പം നമ്മുടെ UP സിംഗം അജയ്പാൽ ശർമ്മ അടുത്ത 5 വർഷത്തേക്ക് പശ്ചിമ ബംഗാളിലേക്ക് ഡെപ്യൂട്ടേഷനിൽ വരികയുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ വേട്ട 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 ആരംഭിക്കപ്പോകുതലോയ് എന്ന് മാത്രമേ പറയാനുള്ളൂ. 10-ാം തീയതി മുതൽ ശുഭകരമായ വാർത്തകൾക്ക് കാത്തിരിക്കാം. അഭിജിത്ത് സർക്കാരിനെ മറക്കരുത്. കാരണം ആ വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. ഞാനത് എൻ്റെ ഫോണിൽ എപ്പോഴും വ്യക്തിപരമായി സൂക്ഷിച്ചു വയ്ക്കുന്ന, കാരണം എനിക്കും നായ്ക്കളെ വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒപ്പം അഭിജിത്ത് സർക്കാരിൻ്റെ ആ പാവത്തിൻ്റെ മുഖം കാണണം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, എൻ്റെ സഹോദരൻ്റെ ആത്മാവിന് അവസാനവും ശാന്തി ലഭിച്ചിരിക്കുന്നു. കാരണം മമതാ സർക്കാരിനെ തൂത്തെറിഞ്ഞ് BJP അധികാരത്തിലെത്തുന്ന അത് അവൻ്റെ സ്വപ്നങ്ങളിലൊന്നായിരുന്നു എന്നുള്ളത്. അഭിജിത്ത് സർക്കാരിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് മമതാ ബാനർജിയുടെ എന്ന പിശാചിനിയുടെ ആത്മാവിന് ഒരിക്കലും ശാന്തി ലഭിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.